രാഷ്ട്രീയവും തമിഴ്നാട് രാഷ്ട്രീയവും ഒരേപോലെ ഉറ്റുനോക്കുന്ന ഒരു വമ്പൻ രാഷ്ട്രീയ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി തമിഴ്നാട് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച ഹസീന സയ്യിദ് രംഗത്തെത്തിയിരിക്കുന്നു. വെറുമൊരു രാജിയല്ല, കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് ഹസീന ഉന്നയിച്ചിരിക്കുന്നത്. KCയുടെ ലക്ഷ്യം കേരള മുഖ്യമന്ത്രി പദമാണെന്നും അതിനായി അദ്ദേഹം തമിഴ്നാട്ടിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായെന്നുമാണ് ഹസീനയുടെ വാദം. ആരോപണം 1. വിജയുമായുള്ള രഹസ്യ സഖ്യം. DMK എന്ന ഉറച്ച സഖ്യം ഉപേക്ഷിച്ച് നടൻ വിജയുടെ DVKയുമായി കൈകോർക്കാൻ KC ശ്രമിച്ചെന്നാണ് ഹസീന പറയുന്നത്. ചെന്നൈ വിമാനത്താവളത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ നേതാക്കൾ തമ്മിൽ ഈ വിഷയത്തിൽ കടുത്ത വാക്പോര് നടന്നതായും അവർ വെളിപ്പെടുത്തുന്നു. എന്നാൽ ഈ സഖ്യ നീക്കത്തിന് പിന്നിൽ ഒരു കേരള മോഡൽ ലക്ഷ്യമുണ്ടായിരുന്നു എന്നാണ് ഹസീനയുടെ പക്ഷം. കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുക എന്നതാണ് KCയുടെ ലക്ഷ്യം. ഇതിനായി വിജയ് ഫാൻസിന്റെ വോട്ടുകൾ കേരളത്തിൽ ഉറപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. വിജയ് തമിഴ്നാട്ടിൽ കോൺഗ്രസിനെ സഹായിച്ചാൽ പകരം കേരളത്തിൽ വിജയ് ആരാധകരുടെ പിന്തുണ KCക്ക് ലഭിക്കുമെന്നതായിരുന്നു ഈ രാഷ്ട്രീയ ഗണിതം. ആരോപണം 2. സ്ഥാനാർത്ഥി പട്ടികയിലെ വ്യക്തിനിരത്ത്. രാഹുൽ ഗാന്ധി നേരിട്ട് അംഗീകരിച്ച സ്ഥാനാർത്ഥി പട്ടിക പോലും KC വേണുഗോപാൽ അട്ടിമറിച്ചെന്നാണ് മറ്റൊരു ഗുരുതര ആരോപണം. CEC യോഗത്തിലെ തീരുമാനങ്ങൾ മാറ്റാൻ KC ഇടപെട്ടു. സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഇത്തരം നീക്കങ്ങൾ നടത്തിയതെന്നും ഹസീന സയ്യിദ് ആഞ്ഞടിക്കുന്നു. എന്നാൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി തന്നെ സ്വന്തം സംസ്ഥാനത്തെ അധികാരമോഹത്തിനായി അയൽ സംസ്ഥാനത്തെ പാർട്ടിയെ പണയപ്പെടുത്തുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. കേരളത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിലും തമിഴ്നാട്ടിലെ മുന്നണി മര്യാദകളിലും ഈ വെളിപ്പെടുത്തൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. KC വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നും എന്ത് വിശദീകരണമാകും വരിക എന്നത് വരും മണിക്കൂറുകളിൽ കണ്ടറിയണം.